Good morning. Today we are going to discuss Francis formula for discharge over a rectangular weir or notch. ഒരു റെക്ടാങ്കുലർ വീർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജിന് ഫ്രാൻസിസ് എന്നുള്ള സയന്റിസ്റ്റ് നൽകിയിട്ടുള്ള ഒരു എക്സ്പ്രഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോച്ച് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നോച്ചസ് വിത്ത് എൻഡ് കൺട്രാക്ഷനും നോച്ചസ് വിത്തൗട്ട് എൻഡ് കൺട്രാക്ഷനും. ഓക്കെ, സോ ഇവിടെ ഫ്രാൻസിസ് നമുക്ക് നൽകുന്ന എക്സ്പ്രഷനിൽ ഡിസ്ചാർജിൽ എൻഡ് കൺട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു വീറിന്റെ ക്രസ്റ്റിലൂടെ, ക്രസ്റ്റിനെ പറയുന്ന മറ്റൊരു വേർഡാണ് സില്ല്, വീറിന്റെ സില്ലിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ലിക്വിഡ് സ്ട്രീം എൻഡ്സിൽ കൺട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഹിയർ എ സ്മാൾ വീഡിയോ ഈസ് ഗിവൺ. ഈ ഒരു വീഡിയോയിൽ നോക്കൂ. വീഡിയോയില് വീറ് അഥവാ നോച്ചിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ അതിന്റെ ലിക്വിഡ് സ്ട്രീമില് എൻഡ്സ് കൺട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. എൻഡ് കൺട്രാക്ഷൻ പ്രധാനമായും 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ചാനൽ സൈഡ്സിന്റെ കണ്ടീഷന്. നോക്കൂ, ഒരു ട്രപ്പിസോയിഡൽ ചാനൽ കൺസിഡർ ചെയ്യൂ. ട്രപ്പിസോയിഡൽ ചാനലിന്റെ സൈഡ്സ് എങ്ങനെയാണ്? ചരിഞ്ഞിട്ടല്ലേ? അവിടെ സൈഡ് സ്ലോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അത് ഡിസ്ചാർജില് എൻഡ് കൺട്രാക്ഷന് സാധ്യത കൂട്ടുന്നില്ലേ? അതുപോലെ സില്ല് അഥവാ ക്രസ്റ്റ്, ഒരു റെക്ടാങ്കുലർ വീറിന്റെ സില്ലും ഒരു ട്രയാങ്കുലർ വീറിന്റെ സില്ലും വ്യത്യാസമില്ലേ? റെക്ടാങ്കുലർ വീറിലാണെങ്കിൽ അവിടെ ഒരു ബേസ് ഉണ്ടായിരിക്കും ക്രസ്റ്റില്, എന്നാൽ ഒരു ട്രയാങ്കുലർ വീറിൽ അവിടെ ഒരു ബേസ് ഉണ്ടോ? ഒരു പോയിന്റ് ആയിട്ടല്ലേ ട്രയാങ്കുലർ വീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എൻഡ് കൺട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് വരുന്ന അഥവാ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റി. ഫസ്റ്റ് വൺ, കണ്ടീഷൻസ് ഓഫ് സൈഡ്സ് ഓഫ് ചാനൽ. സെക്കൻഡ് വൺ, ടോപ്പ് ഓഫ് സിൽ ഓർ ക്രസ്റ്റ്. തേർഡ് വൺ, വെലോസിറ്റി ഓഫ് വാട്ടർ. ജെ.ബി. ഫ്രാൻസിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് USA കാരനാണ്. 1852 വീർസില് ഒരുപാട് എക്സ്പെരിമെന്റുകൾക്ക് ശേഷമാണ് എൻഡ് കൺട്രാക്ഷൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡിസ്ചാർജ് എക്സ്പ്രഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹം വീർസില് ഹെഡ് 0.195 മീറ്റർ തൊട്ട് 0.768 മീറ്റർ വരെ വേരി ചെയ്യിച്ചിട്ടാണ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എൻഡ് കൺട്രാക്ഷന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് സ്ട്രീം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ലിക്വിഡ് സ്ട്രീം ടോപ്പ് ഓഫ് സില്ല് അഥവാ ക്രസ്റ്റിലൂടെ പാസ് ചെയ്തപ്പോൾ എൻഡ് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് ശരിക്കും പോവേണ്ടിയിരുന്നത്, പക്ഷെ അത് കൺട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന എൻഡ് കൺട്രാക്ഷൻ കാരണം ക്രസ്റ്റ് ലെങ്ത് അഥവാ സില്ല് ലെങ്ത് 0.1 കുറയുന്നുണ്ട്. സോ ഒരു റെക്ടാങ്കുലർ വീറിന്റെ കേസിൽ 2.1 കുറയുന്നുണ്ട്. ഈ സൈഡിൽ ഒരു 0.1 ഈ സൈഡിൽ ഒരു 0.1. അതായത് ഒരു റെക്ടാങ്കുലർ വീറില് 2 എൻഡ് കൺട്രാക്ഷൻസ് ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്രസ്റ്റ് ലെങ്ത് നമുക്ക് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാം. ഈ ഇഫക്റ്റീവ് ലെങ്ത് L-0.2h എന്നായിട്ട് മാറുന്നുണ്ട്. ഇവിടെയുള്ള എൻഡ് കൺട്രാക്ഷന് 0.1h ആണ്, ഇവിടെയുള്ള എൻഡ് കൺട്രാക്ഷന് 0.1h ആണ്. 0.1h പ്ലസ് 0.1h എന്ന് പറയുമ്പോൾ 0.2h. ഓക്കെ, സോ ഇവിടെയുള്ള ഇഫക്റ്റീവ് ലെങ്ത് ഈ ഒരു പാരാമീറ്റർ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പാരാമീറ്റർ L-0.2h ആയിരിക്കും. റെക്ടാങ്കുലർ വീർ അഥവാ റെക്ടാങ്കുലർ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലെ? അതിലെ എല്ലിന്റെ സ്ഥാനത്ത് എന്ത് വരും? നമ്മുടെ പുതിയ ഇഫക്റ്റീവ് ലെങ്ത് വരും. ദാറ്റ് ഈസ് L-0.2h. സോ എൻഡ് കൺട്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഡിസ്ചാർജ് Q = എന്തായിരിക്കും? 2/3 CD L-0.2h √2g h⁻3/2. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. ഇവിടെ ഒരു വീറ് നമ്പർ ഓഫ് സ്പാൻസ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ പോസ്റ്റുകളോ അല്ലെങ്കിൽ പീർസ് തൂണുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീറ് ടോട്ടൽ ലെങ്ത് ഓഫ് വീറ് നമ്പർ ഓഫ് സ്പാൻസ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കേസിലുള്ള ഡിസ്ചാർജ് എക്സ്പ്രഷൻ എന്തായിരിക്കും?
ഒരു റെക്ടാങ്കുലർ വിയറിന്റെ കേസിൽ നമുക്ക് 2 എൻഡ് കൺട്രാക്ഷൻ ആണെന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് അവിടെ എത്ര എൻഡ് കൺട്രാക്ഷൻസ് ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഇവിടെ എത്ര സ്പാൻസ് ഉണ്ടോ അതിനനുസരിച്ചിരിക്കും അവിടെയുള്ള എൻഡ് കൺട്രാക്ഷൻസിന്റെ എണ്ണം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മുടെ ഡിസ്ചാർജ് എക്സ്പ്രഷനിൽ ഇവിടെ L - 0.1 ഇൻറ്റു N ഇൻറ്റു H എന്ന് കൊടുത്തിട്ടുള്ളത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡ് കൺട്രാക്ഷൻസ് ആണ്. ഓക്കെ, സോ our discharge equation Q becomes 2/3 CD L - 0.1 NH √2G H raised to 3/2. ഓക്കെ, സോ ഇവിടെ വരുന്ന ഇഫക്റ്റീവ് ലെങ്ത് L - 0.1 ഇൻറ്റു NH ആണ്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ L എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഒരു റെക്ടാങ്കുലർ വിയർ 1 മീറ്റർ വിഡ്ത്തും 0.5 മീറ്റർ ഡെപ്തും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലിന്റെ സ്ഥാനത്ത് വരുന്നത് വിയറിന്റെ വിഡ്ത്തായിട്ടുള്ള 1 മീറ്റർ ആണ്. ഈ ഒരു കേസിൽ പറയുകയാണെങ്കിലോ നമ്മുടെ വിയറിനെ നമ്പർ ഓഫ് സ്പാൻസ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഈ കേസിൽ ഒരു എക്സാമ്പിൾ പറയാം. വിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. സോ ആ 30 മീറ്റർ ആയിരിക്കോ ഇവിടെ വരുന്ന എല്ല്? അല്ല, ഇവിടെ വരുന്ന എല്ല് എന്തായിരിക്കും? ഈ 30 മീറ്ററിൽ നിന്ന് നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ പിയറിന്റെ വിഡ്ത്ത് നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും ഇവിടെ വരുന്ന എല്ല്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ വരുന്ന വിയർ ലെങ്ത് ഒരു 30 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന്റെ ഉള്ളിൽ 9 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ 9 പിയർസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 - 9 ഇൻറ്റു വിഡ്ത്ത് ഓഫ് പിയർ ആയിരിക്കും ഇവിടെ വരുന്ന എല്ല്. അപ്പൊ പിയറിന്റെ വിഡ്ത്ത് നമ്മൾ 2 മീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 30 - 9 ഇൻറ്റു 2 30 - 18 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 12 മീറ്റർ ആയിരിക്കും ഇവിടെ വരുന്ന ഇഫക്റ്റീവ് ലെങ്തിലെ എല്ലിന്റെ വാല്യൂ. ഓക്കെ, സോ ഈ എല്ലും ഇവിടെ വരുന്ന എല്ലും കൺഫ്യൂസിങ് ആവരുത്. ഓക്കെ, സോ when the total length of weir is subdivided into number of spans by vertical post or piece, we are having the discharge equation Q is equal to 2/3 CD into L - 0.1 NH into √2G H raised to 3/2. ഇഫക്റ്റീവ് ലെങ്ത് വരുന്നത് L - 0.1 NH ആണ്. ആ ഒരു ടേം ആണ് ഡിസ്ചാർജ് ഇക്വേഷനിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ എല്ല് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ പിയർസിന്റെ വിഡ്ത്ത് മൈനസ് ചെയ്യണം. ഓക്കെ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡ് കൺട്രാക്ഷൻസിന്റെ എണ്ണമാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു വലിയ വീർ വരച്ചിട്ടുണ്ട്. ഈ വീറിനെ നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ട് വെർട്ടിക്കൽ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര സ്പാൻ വരുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് സ്പാന്, സെക്കൻഡ് സ്പാന്, തേർഡ് സ്പാന്, ഫോർത്ത് സ്പാന്, ഫിഫ്ത്ത് സ്പാന്. ഓക്കെ, ഇനി എത്ര വെർട്ടിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ പിയർസ് വരുന്നുണ്ട് നോക്കാം. 1 2 3 4 ഇതാണ് കേട്ടോ വെർട്ടിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ പിയർസ്. അതായത് നമ്മുടെ സ്പാനിന്റെ നമ്പർ ഓഫ് സ്പാനിന്റെ എണ്ണത്തിനേക്കാളും ഒരെണ്ണം കുറവായിരിക്കും വെർട്ടിക്കൽ പോസ്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. നമ്മുടെ ഈ ടോട്ടൽ വിയർ ലെങ്ത് 30 ആണെന്ന് വിചാരിക്കുക, 30 മീറ്റർ. അതുപോലെ വെർട്ടിക്കൽ പോസ്റ്റിന്റെ വിഡ്ത്ത് 2 മീറ്റർ ആണ്. ദെൻ നമ്മുടെ ഇഫക്റ്റീവ് ലെങ്ത്തിലെ ഈ ക്യാപിറ്റൽ ലെറ്റർ L എന്താണ് വരിക? L is equal to 30 minus ഇവിടെ എത്ര വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്? 1 2 3 4 4 into 2. സോ 30 minus 8 ആയിരിക്കും വരുന്നത്. 30 minus 8 എന്ന് പറയുമ്പോൾ 22 മീറ്റർ ആണ് ഇഫക്റ്റീവ് ലെങ്തിലെ ഈ എല്ല് വരുന്നത്. ഇനി എന്തായിരിക്കും ഇഫക്റ്റീവ് ലെങ്ത് എന്ന് നോക്കാം. L - 0.1 into N into HL. അപ്പൊ ഇവിടെ ഒരു വലിയ വീറിനെ നമ്മൾ ചെറിയ വീറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അർത്ഥം. സോ ഒരു റെക്ടാങ്കുലർ വീറിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 എൻഡ് കൺട്രാക്ഷൻ ഉണ്ടെന്ന്. ഓക്കെ, സോ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഈ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ 22 കൊടുത്തു മൈനസ് 0.1 കൊടുത്തു ഇൻറ്റു N. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എൻഡ് കൺട്രാക്ഷൻസ് ആണ്.
ഇവിടെ നമുക്ക് എത്ര സ്പാൻ ഉണ്ട്? 5 സ്പാൻ അല്ലേ? ഓരോ സ്പാനും നമ്മൾ ഓരോ റെക്ടാങ്കുലർ വീർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഓരോ റെക്ടാങ്കുലർ വീറിലും എത്ര എൻഡ് കൺട്രാക്ഷൻ വരും? 2 എണ്ണം വരില്ലേ? സോ 5 സ്പാനിൽ 2 എൻഡ് കൺട്രാക്ഷൻ വീതം. ദാറ്റ് ഈസ് 5 × 2 × ഹെഡ്. ഹെഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് വരുന്നത്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21 മീറ്റേഴ്സ് ആണ്. സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകും. സോ ഫ്രാൻസിസ് ഫോർമുല പ്രകാരം എൻഡ് കൺട്രാക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ഇക്വേഷൻ ആണ് Q is equal to 2/3 CD L minus 0.1 NH into root of 2G H raised to 3/2. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് സിഡിക്ക് പകരം 0.623 എന്ന് കൊടുക്കുന്നു. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. Q is equal to 1.84 into L minus 0.1 NH into H raised to 3/2. നമ്മൾ ഓൾറെഡി വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കേസിൽ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. Q is equal to 1.84 into L minus 0.1 N into H1 into H1 raised to 3/2 minus HA raised to 3/2. Okay, H1 is equal to H plus HA ആണ്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഹെഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ H plus HA ആയിട്ട് മാറുകയാണ്. ഈ H plus HA നെ നമുക്കൊന്ന് ലഘൂകരിച്ച് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ H1 എന്ന് കൊടുത്തിട്ടുള്ളത് ഇൻറ്റു H1 raised to 3/2 മൈനസ് HA raised to 3/2. ഈ അഡീഷണൽ ഹെഡ് HAയുടെ വാല്യൂ എന്ന് പറയുന്നത് V²A/2G ആയിരിക്കും. Next, we have to study suppressed wear. When there are no end contractions, it is known as suppressed wear. Suppressed wearil avide end contractions ഉണ്ടായിരിക്കുകയില്ല. So, for a suppressed wear, n number of end contractions n is equal to 0 ആയിരിക്കും. So, നമ്മുടെ ഇക്വേഷൻ വീണ്ടും റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. Q is equal to 1.84 L into H raised to 3/2. ഇവിടെ n 0 ആയിരിക്കും. സോ 0.1 NH എന്നുള്ള ടേം ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 1.84 L H raised to 3/2 ആണ്. ഓക്കെ, സപ്രസ്ഡ് വെയറിന്റെ കേസിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് Q is equal to 1.84 L H1 raised to 3/2 minus HA raised to 3/2. H1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. H plus HA ആണ്. ഇതിലെ HA എന്ന് പറയുന്നത് V²A/2G ആണ്. ഓക്കെ, ഫ്രാൻസിസ് ഫോർമുല എൻഡ് കൺട്രാക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആണ് തരുന്നത്. സോ ഒരു ചെറിയ റെക്ടാങ്കുലർ വീറിന്റെ കേസും പഠിച്ചിട്ടുണ്ട്. ഇനി വലിയൊരു വീറിനെ വെർട്ടിക്കൽ പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ പീർ കൊണ്ടോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഡിസ്ചാർജ് എക്സ്പ്രഷനും പഠിച്ചിട്ടുണ്ട്. കൂടാതെ സപ്രസ്ഡ് വീറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.